പാലക്കാട് എലപ്പുള്ളിയിൽ സ്വകാര്യ ബ്രൂവറി സ്ഥാപിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം ശക്തം. അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതി ഇന്ന് യോഗം ചേരും. രാവിലെ 11 മണിക്കാണ് യോഗം. എലപ്പുള്ളിയിൽ ഇന്ന് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധവും ഉണ്ടാകും. പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു. പ്രസാദ്, ഈ പ്രതിഷേധങ്ങൾ കൂടുതൽ കടുക്കുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വിശദാംശങ്ങൾ? എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്കെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. ഇന്നിപ്പോൾ BJP-യുടെയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും എല്ലാം പ്രതിഷേധങ്ങളുണ്ട്. BJP 3 സ്ഥലങ്ങളിലാണ് പ്രതിഷേധ പരിപാടികൾ നടത്തുന്നത്. ഒന്ന്, എലപ്പുള്ളി പഞ്ചായത്തിലേക്ക് ഈ അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എലപ്പുള്ളി പഞ്ചായത്തിലേക്ക്. മറ്റൊന്ന്, പാലക്കാട്ടെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് BJP-യുടെ നേതൃത്വത്തിലുള്ള മാർച്ചുണ്ട്. മലമ്പുഴയിൽ ശുചീകരണ പ്ലാന്റിലേക്കും BJP പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. 3 സ്ഥലങ്ങളിൽ ഒരേ സമയം പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായ സമരത്തിനാണ് BJP തയ്യാറാകുന്നത്. എന്നാൽ യൂത്ത് കോൺഗ്രസ് ഒന്ന് ഉച്ചയ്ക്ക് ശേഷം 4 മണിക്കാണ് അവരുടെ പ്രതിഷേധ പരിപാടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എലപ്പുള്ളി പഞ്ചായത്താണ് ഇതിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എലപ്പുള്ളി പഞ്ചായത്ത് ഇന്ന് ഭരണസമിതി യോഗം ചേർന്നുകൊണ്ട് സർക്കാരിനോട് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. നമ്മളോടൊപ്പം എലപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു കൂടി ചേരുന്നുണ്ട്. ഇന്നിപ്പം പഞ്ചായത്തിന്റെ അടിയന്തര യോഗമാണ്. ഇതിൽ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഇത് പിൻവലിക്കുക മാത്രമേ ഉള്ളൂ. ഒരു വിഷയം മന്ത്രിസഭാ തീരുമാനമായി ചർച്ചയാണ് ഇന്ന് വെച്ചിട്ടുള്ള ഒരൊറ്റ അജണ്ട. അത് ഗവൺമെൻറ്റിന് നമ്മുടെ എതിർപ്പ് തീർച്ചയായിട്ടും അറിയിക്കുക എന്നുള്ളതാണ്. ബോർഡ് തീരുമാനം എടുത്ത് അറിയിക്കുക എന്നുള്ളതാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ പേരിലുള്ള ചർച്ച വരും. നമ്മുടെ തീരുമാനം അറിയിക്കുന്നു, നമ്മുടെ പ്രതിഷേധം അറിയിക്കുന്നു. അതാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിച്ചത്. എന്തുകൊണ്ടാണ് ഇത്രയും എതിർപ്പ് പഞ്ചായത്ത് നടന്നത്? ഇത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്കുള്ള എതിർപ്പാണോ, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ ഒരു എതിർപ്പ്? ഒരിക്കലും അല്ല. കോൺഗ്രസ് അല്ല, ആര് ഭരിച്ചാലും മണ്ണിനെയും പ്രകൃതിയെയും നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനം ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് പ്രകൃതിയോട് സ്നേഹമുള്ള, കൃഷിക്കാരോട് സ്നേഹമുള്ള ആരാണെങ്കിലും അത്തരം ഒരു തീരുമാനമേ എടുക്കാൻ കഴിയുള്ളൂ. ഈ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കാണുന്നത്? അല്ല, പ്രശ്നം രൂക്ഷമാണ്. അതായത് കൃഷിക്കാർക്ക് 1-ാം വിള മഴവെള്ളത്തിലും 2-ാം വിള കനാൽ വെള്ളത്തിലും മാത്രം, ഡാം വാട്ടറിലും മാത്രം കൃഷി ചെയ്യുന്ന കർഷകരാണ്. അതും വാലറ്റ പ്രദേശങ്ങളിൽ വെള്ളം എത്താതെ ഉണക്കം ബാധിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഞാൻ നേരത്തെ ഒരു ചാനലിൽ പറയുണ്ടായി, നമ്മുടെ ഈ സ്റ്റേറ്റ് ഹൈവേ BPL ജംഗ്ഷൻ മുതൽ ഗോപാലപുരം വരെയുള്ള റോഡിൻ്റെ വലതുവശം വെറ്റ് ഏരിയയും ഇടതുവശം ഡ്രൈ ഏരിയയുമാണ്. വെറ്റ് ഏരിയയിൽ പോലും കഴിഞ്ഞ വർഷം കൃഷി ഉണങ്ങിയിട്ട് പാവപ്പെട്ട കർഷകൻ 2-ാം വിള കൃഷി ഉണങ്ങിയിട്ട് കതിരായി നിൽക്കുന്ന നെൽപ്പാടങ്ങൾ ഉണങ്ങിയിട്ട് വിഷമം കൊണ്ട്, അത് കാണാൻ പറ്റാതെ വിഷമം കൊണ്ട് ആ പാടങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. ഇനി എനിക്കിത് കാണരുത് എന്നും പറഞ്ഞുകൊണ്ട്. ആ വെറ്റ് ഏരിയയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഡ്രൈ ഏരിയയിൽ എന്തായിരിക്കും അവസ്ഥ? പ്രത്യേകിച്ചിട്ട് ഈ മേഖല എന്ന് പറയുന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് തന്നെ കുടിവെള്ളക്ഷാമം വർഷങ്ങളായി നേരിട്ടിട്ടുള്ള ഒരു പഞ്ചായത്തായിരുന്നു. അപ്പോൾ അതിൽ നിരന്തരമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ആ ഒരു ഗ്രൗണ്ട് വാട്ടർ ലെവൽ താഴ്ന്ന ഒരു പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പം നിരന്തരമായിട്ടുള്ള പ്രവർത്തനം പീപ്പിൾ സർവീസ് സൊസൈറ്റിയും അതുപോലെ തന്നെ പഞ്ചായത്തും നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് നമ്മുടെ ഒരു വലിയ നേട്ടമാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയ ഒരുപാട് പദ്ധതികളുടെ ഭാഗം ആയിട്ട് തന്നെ നാഷണൽ ലെവലിലുള്ള കേന്ദ്ര സംഘം വന്ന് നമ്മുടെ പഞ്ചായത്തിൽ പരിശോധന നടത്തി സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഈ കുടിവെള്ള പ്രശ്നങ്ങൾ, അതായത് ജലവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ നല്ലപോലെ ചെയ്ത ഒരു പഞ്ചായത്ത് എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ ഏക പഞ്ചായത്തായിട്ട് സെലക്ട് ചെയ്തതാണ്. കേന്ദ്ര ജലശക്തി അവാർഡ് 21-22 വാങ്ങിയ പഞ്ചായത്താണ്. കാരണം നമ്മൾ അത്രയും പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ കുടിവെള്ളത്തിന് വലിയ പ്രശ്നമില്ല എങ്കിലും ഒരു ഏപ്രിൽ-മെയ് മാസങ്ങളിൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അടക്കം ഏപ്രിൽ-മെയ് മാസങ്ങളിൽ 2 മാസത്തേക്ക് 12 ലക്ഷം രൂപയുടെ കുടിവെള്ളമാണ് ടാങ്കർ ലോറികളിൽ എത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കിഴക്കൻ മേഖല ഡ്രൈ ആയിട്ടുള്ള ഏരിയയാണ്. അവിടെ നെൽകൃഷി ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ പ്രദേശം കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള പ്രദേശമാണ് ഞാൻ പറയുന്നത്. ഈ പ്രദേശം ഇതിനോട് ചേർന്ന് തന്നെ നെൽകൃഷിയുള്ള സ്ഥലമാണ്. ഇവിടെ 2-ാം വിള ഉണക്കം ബാധിച്ചതുകൊണ്ട് ഇവിടുത്തെ കർഷകർ കൃഷിയോടുള്ള ആ നഷ്ടം
സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് തരിശിട്ടതാണ്. ആ തരിശിട്ടതിനെ മുതലെടുക്കുകയാണ് ഇപ്പോൾ ഇത്തരം കമ്പനികൾ ചെയ്തിട്ടുള്ളത് ആ പ്രദേശത്ത്. ഈ സർക്കാർ ആവർത്തിച്ച് പറയുന്ന ഇപ്പം ഇന്നലെ പോലും മന്ത്രി എം പി രാജേഷ് പറഞ്ഞൊരു കാര്യം, ഈ പ്രശ്ന ആശങ്ക പരിഹരിക്കും, പക്ഷേ ഇവിടുത്തെ ഭൂഗർഭജലം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയല്ല നടപ്പിലാക്കാൻ പോകുന്നത്. വാട്ടർ അതോറിറ്റി നേരിട്ട് ഈ കമ്പനിക്ക് വെള്ളം എത്തിക്കും, അത് എലപ്പുള്ളി മേഖലയിൽ നിന്ന് വെള്ളം എടുക്കുന്നില്ല എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു വിശദീകരണം. അത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രസ്താവനയല്ല. കാരണം നമ്മൾക്ക് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഉപയോഗിക്കും പറഞ്ഞു, എന്നാൽ ആ വെള്ളം ഉപയോഗിച്ചും കൊണ്ട് മേനോമ്പാറയിൽ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ള സഹകരണ സ്ഥാപനത്തിലേക്ക് വെള്ളം കൊടുത്തുകൊണ്ട് അവിടെ ഇത്തരം ഒരു പ്രവൃത്തി നടത്തിക്കൂടെ? അത് നടത്താൻ കഴിയാത്ത 14 വർഷമായി ആ ഒരു പ്രവൃത്തി നടത്താൻ കഴിയാത്ത സർക്കാർ ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കൊടുത്തുകൊണ്ട് ഇവിടെ പുതിയൊരു കമ്പനിക്ക് അനുമതി കൊടുക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? പക്ഷേ ഇതൊക്കെ വെറും പറച്ചിൽ മാത്രമാണ്. ഈ 26 ഏക്കർ സ്ഥലത്ത് തീർച്ചയായിട്ടും വലിയ വലിയ ബോർവെല്ലുകൾ കുഴിച്ച് ജലചൂഷണം നടത്തുക, അതുപോലെ തന്നെ കൂടാതെ ഈ മേഖലയിൽ മൊത്തം ജലവും മണ്ണും മലിനമാക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം കമ്പനികളുടെ മുൻകാല അനുഭവം വെച്ച് നമുക്ക് പറയാൻ കഴിയുക. ഇപ്പോൾ ഈ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഈ 22 അംഗങ്ങളുള്ളതിൽ 9 പേര് മാത്രമാണ് കോൺഗ്രസ് ഉള്ളത്, 8 പേര് CPM-ഉം 5 പേര് BJP-യുമാണ്. അപ്പോൾ പ്രമേയം പാസ്സാകും എന്നുള്ളത് തന്നെയാണോ? പ്രമേയം പാസ്സാകും, അതിലൊരു സംശയമില്ല. കാരണം നമ്മുടെ ഈ 4 വർഷത്തെ നമ്മുടെ പ്രവർത്തനം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളിവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. അത് CPM-ഉം BJP-യും നാടിനെ സ്നേഹിക്കുന്ന, മണ്ണിനെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന, കർഷകരെ സ്നേഹിക്കുന്ന മുഴുവൻ പേരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ജയിക്കുന്നത് വരെയൊക്കെയാണ് നമുക്ക് രാഷ്ട്രീയം, ജയിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു രാഷ്ട്രീയത്തിനും പ്രസക്തിയില്ല. അത് നാടിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇതുവരെ ഈ 4 വർഷവും പ്രവർത്തിച്ചിട്ടുള്ളത്. BJP ഉൾപ്പെടെ പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ വാർഡ് നിൽക്കുന്നത് തന്നെ CPM പ്രതിനിധി ജയിച്ചിട്ടുള്ള ഒരു വാർഡാണ്, ഈ 6-ാം വാർഡ്. ജനങ്ങളോട് കടപ്പാടുണ്ടെങ്കിൽ അവരും കൂടി സഹകരിക്കണം. അത് അവരുടെ പാർട്ടി ഒരുപക്ഷെ വിയോജിപ്പ് പ്രകടിപ്പിക്കണം എന്ന് അറിയിച്ചാൽ പോലും അവർ കൂടി സഹകരിക്കണം. അതാണ് മനുഷ്യത്വപരമായിട്ടുള്ള തീരുമാനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കി ഇനിയിപ്പോൾ സർക്കാർ പക്ഷേ ആ തീരുമാനവുമായി ഈ കമ്പനി കൊണ്ടുവരിക എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോയാൽ കോടതിയെ സമീപിക്കാൻ ആലോചിക്കുന്നുണ്ടോ? പാർട്ടിയുമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമ്മുടെ സംസ്ഥാന നേതാക്കളൊക്കെ ശക്തമായിട്ട് എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. കെ സുധാകരനായാലും VD സതീശനായാലും അതുപോലെ രമേശ് ചെന്നിത്തലയായാലും ഇവിടുത്തെ MP VK ശ്രീകണ്ഠനായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടിയുമായി ആലോചിച്ചുകൊണ്ട് ഇനി സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാനാണെങ്കിലും അതല്ല കോടതിയെ സമീപിക്കാനാണെങ്കിലും അത് തീരുമാനം ആലോചിച്ചെടുക്കും. അതാണ് ഇന്ന് പഞ്ചായത്ത് എന്തായാലും പ്രമേയം അവതരിപ്പിക്കുകയാണ്. പ്രമേയം പാസ്സാകുമെന്ന് തന്നെയാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ തുടർച്ചയായ ശക്തമായ നടപടികൾ ഇതിനെതിരെ ഉണ്ടാകുമെന്ന് കൂടി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട്. അതാണ് ബ്രൂവറി വിഷയത്തിൽ എലപ്പുള്ളി പഞ്ചായത്ത് ശക്തമായ നിലപാടിൽ തന്നെയാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിനെ ശക്തമായി എതിർക്കും. സർക്കാർ തീരുമാനത്തിനെതിരെ പ്രമേയം പാസ്സാക്കാനാണ് തീരുമാനം. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.